അതിപരിചയം അവജ്ഞ കൊണ്ടുവരും എന്നൊരു ചൊല്ലുണ്ട്. നമ്മൾ പലപ്പോഴും ജീവിതത്തിലെ നന്മകളെ ലാഘവത്തോടെ കാണുകയും അതിനെ ഓർത്ത് നന്ദിയുള്ളവരായിരിക്കാൻ മറന്നുപോകുകയും ചെയ്യുന്നു. എന്നാൽ ജീവിതത്തെ ശോഭനമാക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യം കൃതജ്ഞതാ മനോഭാവമാണ്. അത് ഏറ്റവും ചെറിയ കാര്യത്തിനായാലും വലിയ ഫലം കൊണ്ടുവരും, സംശയമില്ല. തലമുറയായി ഇസ്രായേൽ മക്കൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന സാക്ഷ്യമായിരുന്നു അവരുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ ദൈവം നൽകിയ മന്ന. ആ സാക്ഷ്യം അവർ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഉന്നയിച്ചു. എങ്കിലും ആ മന്ന കഴിച്ചിട്ടും അവരുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മരിച്ചുപോയി എന്ന യാഥാർത്ഥ്യം അവർ വിസ്മരിച്ചു കളഞ്ഞു. താൽക്കാലികമായവയല്ല, മറിച്ച് നിത്യജീവൻ നൽകുന്ന യഥാർത്ഥ ആഹാരമാണ് ദൈവം അവർക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നതെന്ന് കർത്താവായ യേശുക്രിസ്തു വരെ പഠിപ്പിച്ചു. നശിച്ചു പോകുന്നതും താൽക്കാലികവുമായ ഭൗതിക നന്മകൾ പ്രാപിച്ച് തൃപ്തി അടഞ്ഞിരിക്കുന്ന ജനത്തിൻ്റെ കണ്ണു തുറപ്പിക്കുവാൻ പര്യാപ്തമായ ആത്മീയ പാഠങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 17-ാം അധ്യായത്തിൻ്റെ 7 വരെയുള്ള വാക്യം. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ഇപ്പോൾ മരുഭൂമി യാത്രയിലാണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. പല തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു. അവരുടെ അന്നത്തെ അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് വിശ്വാസ ജീവിത യാത്രയിലായിരിക്കുന്ന നമുക്ക് ധാരാളം പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് ഭവിച്ചു. ലോകാവസാനത്തിൽ വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ മക്കൾ സീനായ് പർവ്വതത്തിലേക്കുള്ള യാത്രയിലാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ചിത്രീകരിക്കുന്ന 7 അനുഭവങ്ങൾ അവർക്ക് അവരുടെ യാത്രയിലുണ്ടായി. ആദ്യത്തേത് അവരുടെ പിറുപിറുപ്പാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നടത്തിപ്പിനെ കണ്ടവർ പ്രതിസന്ധിയുടെ മുൻപിൽ പിറുപിറുക്കുകയാണ്, പതറുകയാണ്. പിറുപിറുക്കുന്ന സ്വഭാവത്തെ ദൈവം വെറുക്കുന്നു എന്നോർക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവയിൽ സംതൃപ്തരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സംതൃപ്തിയുള്ളവരെ കൂടുതൽ ഏൽപ്പിക്കുവാൻ ദൈവം താൽപ്പര്യപ്പെടുന്നു. ക്രിസ്തു വിശ്വാസികൾക്ക് ലോകമാകുന്ന മിസ്രൈം നൽകുന്ന താൽക്കാലിക സംതൃപ്തികളിൽ നിന്നും ഒരു വേർപാട് ഉണ്ടാകണം. അതിന് സ്വർഗത്തിൽ നിന്ന് വന്ന യഥാർത്ഥ മന്നയാകുന്ന ക്രിസ്തുവിനെ ഭക്ഷിക്കണം. അവനുമായി താതാത്മ്യം പ്രാപിച്ച് ജീവിക്കണം. ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ ദൈവവചനമാകുന്ന മന്ന നാം നിരന്തരം ഭക്ഷിക്കണം. അപ്പോൾ ക്രിസ്തു വിശ്വാസി നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഓരോ വിശ്വാസിയും ഈ പാഠങ്ങൾ വായിച്ച് ഗ്രഹിക്കുകയും ജീവിതത്തിൽ അവ പാലിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ പാഠങ്ങൾ നമുക്കൊരു ചിത്രത്തിൽ കാണുന്നത് പോലെ വ്യക്തമായി നൽകിയിരിക്കുന്നതിനാൽ അർത്ഥം ഗ്രഹിക്കുവാൻ എളുപ്പമാണ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം വരെ നാം കണ്ടു കഴിഞ്ഞു. 25 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ വായിക്കാം. 25. അപ്പോൾ മോശ പറഞ്ഞത്, ഇത് ഇന്ന് ഭക്ഷിപ്പീൻ, ഇന്ന് യഹോവയുടെ ശബ്ബത്താകുന്നു. ഇന്ന് അത് വെളിയിൽ കാണുകയില്ല. 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം. ശബ്ബത്തായ 7-ാം ദിവസത്തിലോ അത് ഉണ്ടാകുകയില്ല. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഔപചാരികമായ രീതിയിൽ ന്യായപ്രമാണം നൽകുന്നതിന് മുൻപ് തന്നെ ശബ്ബത്ത് ദിവസത്തെക്കുറിച്ചുള്ള കൽപ്പനകൾ നൽകിയിരുന്നു എന്ന് നാം ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നു. 27 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ 7-ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ കണ്ടില്ല. അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രമാണിപ്പാൻ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സില്ലാതിരിക്കും? നോക്കുവിൻ, യഹോവ നിങ്ങൾക്ക് ശബ്ബത്ത് തന്നിരിക്കുന്നു.
അതുകൊണ്ട് 6-ാം ദിവസം അവൻ നിങ്ങൾക്ക് 2 ദിവസത്തേക്കുള്ള ആഹാരം തരുന്നു. നിങ്ങൾ താന്താങ്ങളുടെ സ്ഥലത്തിരിപ്പീൻ. 7-ാം ദിവസം ആരും തൻ്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. 6-ാം ദിവസം ശേഖരിച്ച മന്ന അടുത്ത ദിവസം നഷ്ടപ്പെടാതിരുന്നത് അല്ലെങ്കിൽ ക്രമിക്കാതിരുന്നത് കണ്ടതിനാലാണ് ശബത്തിൻ്റെ പ്രാധാന്യം ജനം മനസ്സിലാക്കിയത്. ശബത്ത് എന്ന പദം വിശ്രമിക്കുക, സ്വസ്ഥമായിരിക്കുക എന്ന അർത്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതായി വ്യാഖ്യാനിച്ചിട്ടുണ്ട്. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇസ്രായേല്യർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതും ആയിരുന്നു. ദൈവം ഇസ്രായേൽ മക്കൾക്ക് നേരിട്ട് നൽകിയ ആഹാരമായിരുന്നു മന്ന എന്നറിയാമല്ലോ. നിങ്ങൾ മന്നയെ എങ്ങനെ വിശദീകരിക്കും എനിക്കറിയില്ല. അതിന് കൃത്യമായൊരു വിശദീകരണം നൽകുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അത് ഉത്തമമായ ആഹാരമായിരുന്നു, സമീകൃത ആഹാരമായിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി യാത്രയ്ക്ക് ആവശ്യമായ എല്ലാ പോഷക ഘടകങ്ങളും അതിൽ അടങ്ങിയിരുന്നു. എന്നാൽ നേരത്തെ നമ്മൾ കണ്ട സമ്മിശ്ര ജനം പരാതി പറയുവാൻ തുടങ്ങി. മന്നയെക്കുറിച്ച് ശരിയായി പഠിക്കുവാൻ സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-5 വാക്യങ്ങൾ സഹായകമാണ്. ഞാനത് വായിക്കാം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4-5. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കളും വീണ്ടും കരഞ്ഞും കൊണ്ട്, ഞങ്ങൾക്ക് തിന്നുവാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. മിസ്രൈമിലെ അടിമത്തത്തിൻ്റെ കാഠിന്യവും അവിടെ കിട്ടിയിരുന്ന അടിയും മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് അനേകർക്കുമുള്ള പരാജയം. ഇപ്പോൾ അവർ മിസ്രൈമിൽ അവർക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കുകയാണ്. ഈ മണ്ണിന് മുകളിലോ മണ്ണിനടിയിലോ വളരുന്ന ആഹാര പദാർത്ഥങ്ങളാണ് അവർക്ക് നഷ്ടമായതായി ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നത്. അവ പോഷക പദാർത്ഥങ്ങളല്ലായിരുന്നു എന്ന് മനസ്സിലാക്കണം. മറിച്ച് ആഹാര സാധനത്തെ രുചികരമാക്കുന്ന വ്യഞ്ജനങ്ങൾ മാത്രമായിരുന്നു. അവ മാത്രം ഭക്ഷിച്ചാൽ അവർ ആകർഷണീയരാകുകയില്ല. വെറും വ്യഞ്ജനങ്ങൾ മാത്രമാകിയാൽ അവ ഭക്ഷിക്കുന്നവർക്ക് തൃപ്തി വരുന്നതുമില്ല. മിസ്രൈമിൽ തങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടായിരുന്നെന്ന് സമ്മിശ്ര ജാതി ഓർക്കുകയും അതിനായി വിശപ്പുള്ളവരായി തീരുകയും ചെയ്തു. മരുഭൂമിയിൽ അവരുടെ വിശപ്പ് മാറ്റിയ ഏറ്റവും പോഷകം നൽകിയ മന്നായെക്കുറിച്ച് അവർ ഇപ്പോൾ പരാതി പറയുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. മന്നയോ കൊത്തമ്പാലരി പോലെയും അതിൻ്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും ആയിരുന്നു. മന്ന ഒരിക്കലും വിരക്തി ഉണ്ടാക്കുന്ന ആഹാരമല്ലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സമ്മിശ്ര ജാതിക്ക് അത് ആവശ്യമില്ലായിരുന്നു. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ജനം നടന്ന് പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പമുണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. മന്ന പല വിധത്തിൽ പാചകം ചെയ്യാമായിരുന്നു. എങ്കിലും ദൈവം നൽകിയ സ്വർഗീയ ആഹാരത്തെ ഇസ്രായേൽ നിന്ദിക്കുകയും അതിനെക്കുറിച്ച് പരാതി പറയുവാൻ തുടങ്ങുകയും ചെയ്തു. ഇവിടെ കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നുന്നതിനെക്കുറിച്ച് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം താനാണെന്ന് അവരോട് പറയുകയും ചെയ്തു. എന്നാൽ അവർ അവനെ തള്ളിക്കളഞ്ഞു. മന്ന തിന്നവർ ക്ഷീണിച്ചുപോയി. മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങളായിരുന്നു അവർക്ക് ആവശ്യമായിരുന്നത്. അവർ ഏത് സാഹചര്യത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുവോ അതിലേക്ക് മടങ്ങിപ്പോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട അഥവാ മാനസാന്തരപ്പെട്ട അനേകരുടെയും കഥ ഇതുതന്നെയല്ലേ? ഇടയ്ക്കിടയ്ക്ക് അവർ വെള്ളരിക്കായ്ക്കും മത്തങ്ങായ്ക്കും ഉള്ളിക്കും വേണ്ടി പിന്തിരിഞ്ഞു പോകാറുണ്ട്. പഴയ ജീവിതത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ടില്ലാത്ത അനേകം വിശ്വാസികൾ ഇന്നുമുണ്ട്. നിങ്ങൾക്ക് ലോകക്കാരെപ്പോലെ ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല യഥാർത്ഥ വിശ്വാസി. മിസ്രൈമിലെ വസ്തുക്കളെ കൊണ്ട് ജീവിക്കുകയും അതേസമയം തന്നെ ദൈവത്തിനു വേണ്ടി ഉപയോഗപ്രദമായി തീരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഹൃദയത്തിൽ ദൈവസമാധാനം അനുഭവിക്കുവാൻ കഴിയുകയില്ല.
മിസ്രൈമുമായി ഒരു വേർപാട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. സ്വർഗത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥ മന്നയായ യേശുക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. 32 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 32 മുതൽ. പിന്നെ മോശ യഹോവ കൽപ്പിക്കുന്ന കാര്യം ആവിത്, ഞാൻ നിങ്ങളെ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരിടങ്ങഴി നിറച്ചെടുക്കണമെന്ന് പറഞ്ഞു. അഹരോനോട് മോശ ഒരു പാത്രം എടുത്ത് അതിൽ ഒരിടങ്ങഴി മന്ന ഇട്ട് നിങ്ങളുടെ തലമുറകൾക്കു വേണ്ടി സൂക്ഷിപ്പാൻ യഹോവയുടെ മുമ്പാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹ്റോൻ അത് സാക്ഷ്യസന്നിധിയിൽ സൂക്ഷിച്ചു വെച്ചു. മന്ന ഇട്ടുവെച്ചിരുന്ന ഒരു പാത്രം യഹോവയുടെ പെട്ടകത്തിൽ സമാഗമന കൂടാരത്തിൽ ഉണ്ടായിരുന്നു. ഈ പെട്ടകത്തിൽ 3 വസ്തുക്കളാണ് അന്ന് വെച്ചിരുന്നത്. 1 അഹ്റോൻ്റെ തളിർത്ത വടി, 2 മന്ന ഇട്ടുവെച്ച പാത്രം, 3 10 കൽപ്പനകൾ. ഇവയ്ക്ക് ഓരോന്നിനും വ്യക്തമായ അർത്ഥവും ഉണ്ടായിരുന്നു. ക്രിസ്തു മാത്രമേ കൽപ്പനകൾ പാലിച്ചുള്ളൂ എന്ന വസ്തുതയാണ് ന്യായപ്രമാണം സൂചിപ്പിക്കുന്നത്. അവൻ അത് നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും നിവർത്തിച്ചു. നമുക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നതാണ് മന്ന. അവൻ നമുക്ക് വേണ്ടി ആത്മിക ആഹാരം അഥവാ ഭക്ഷണമായി തീർന്നു. അഹരോൻ്റെ തളർത്ത വടി ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. പെട്ടകത്തിന് പുറത്ത് അടപ്പ് പോലെ രക്തം തളിക്കുന്ന സ്ഥലമായ കൃപാസനമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ നിറവേറ്റുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അവന് മാത്രമേ രക്ഷിപ്പാൻ കഴിയൂ. അവൻ സ്വന്തം രക്തം ചൊരിഞ്ഞതിനാൽ അവന് നമ്മെ രക്ഷിക്കുവാൻ കഴിയും. അതിനാൽ പാപിയായ മനുഷ്യനോട് ദൈവത്തിന് കരുണ കാണിക്കുവാൻ കഴിയും. 16-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങൾ, കുടിപാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരം മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിൻ്റെ അതിരിലെത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു. ഒരു ഇടങ്ങഴി, അത് ഓമർ പറ ഏഭയുടെ 10 അല്ലെങ്കിൽ ഒരിടങ്ങഴി ഒരു പറയുടെ 10 ഈ 2 വാക്യങ്ങളിൽ ഇസ്രായേൽ മക്കൾ 40 വർഷം മന്ന ഭക്ഷിച്ചു എന്നും അവരുടെ റേഷ്യൻ എത്രയായിരുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. അവസാനം അവർ വാഗ്ദത്ത നാട്ടിലെത്തിയപ്പോൾ മന്ന നിന്നു പോകുകയും അവർ ദേശത്തിലെ പഴയ ധാന്യം തിന്നുവാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അപ്പോഴും അവർ തങ്ങൾക്ക് ലഭിക്കുന്ന ധാന്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടു എന്ന് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പിറുപിറുക്കുന്നവർ എന്നും പിറുപിറുത്തുകൊണ്ടിരിക്കും. മരുഭൂമിയിൽ കൃഷി ചെയ്യുവാൻ സാധ്യമല്ലല്ലോ, അതിന് ദൈവം അവർക്ക് നൽകിയതാണ് ഈ മന്ന. വാസ്തവത്തിൽ മന്ന എല്ലാ വിധത്തിലും സമ്പൂർണ്ണ ആഹാരമായിരുന്നു എന്ന് അവർ പിന്നീട് മനസ്സിലാക്കി. അത് കനാനിൽ ലഭിക്കുന്ന ധാന്യത്തെ അപേക്ഷിച്ച് അസാധാരണമായ ഒന്നായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനേകരും അനുഭവങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കാറുണ്ട്. രക്ഷയ്ക്കായി അവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിങ്കൽ വിശ്വാസത്തോടെ ചെന്നിട്ടുണ്ട്, സംശയമില്ല. എന്നാൽ അവർക്കിന്ന് തങ്ങളുടെ അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം ദിനംതോറും ഭക്ഷിക്കേണ്ടുന്ന സമ്പൂർണ്ണ ആത്മിക ആഹാരം ദൈവവചനമാകുന്നു. അതല്ലാതെ നല്ലതെന്ന് നാം ചിന്തിക്കുന്ന ചില അനുഭവങ്ങളെ അയവിറക്കി ജീവിച്ചാൽ ആത്മീയ വളർച്ച ഒരിക്കലും ഉണ്ടാകില്ല. അനേകരുടെയും അനുഭവസാക്ഷ്യം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. വീട്ടിൽ സമൃദ്ധി ഉണ്ടായതും രോഗം മാറിയതും മക്കൾക്ക് ജോലി കിട്ടിയതും അങ്ങനെ പലതും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവിക പ്രവർത്തനമാകുന്നു എന്ന് ചിന്തിച്ചൊരുതരം സ്വപ്നാവസ്ഥയിൽ അവർ ജീവിക്കുന്നു. ദൈവവചന പഠനം അവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. കാരണം അതവർക്ക് നിലത്തു നിന്നുണ്ടായി വരുന്ന ധാന്യമാണ്. അതിന് അധ്വാനിക്കണം. സുഹൃത്തെ, മന്നായുടെ രുചി ഇതുവരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരൂ. അവിടുത്തെ വചനമാകുന്ന സമ്പൂർണ്ണ ആഹാരത്തിൽ ആനന്ദം കണ്ടെത്തുക. നാം ദൈവവചനം ഭക്ഷിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. മരുഭൂമിയിൽ കൂടെ മുൻപോട്ട് നടക്കുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് വീണ്ടും ദാഹിക്കുകയും അവർ വീണ്ടും പിറുപിറുക്കുകയും ചെയ്യുന്നു എന്ന് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ, അനന്തരം ഇസ്രായേൽ മക്കളുടെ സംഘം എല്ലാം സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്ത പ്രയാണങ്ങളിൽ റെഫീദീമിൽ എത്തി പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് ജനം മോശയോട്, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം തരിക എന്ന് കലഹിച്ചു പറഞ്ഞതിന് മോശ അവരോട്, നിങ്ങൾ എന്നോട് എന്തിന് കലഹിക്കുന്നു? നിങ്ങൾ യഹോവയെ പരീക്ഷിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു.
ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു. ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന് എന്ന് പറഞ്ഞു. ഇസ്രായേൽ മക്കൾ എപ്പോഴും പരാതി പറയുന്ന സ്വഭാവക്കാരായിരുന്നു. വിശ്വാസികളെന്ന നിലയിൽ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പിറുപിറുക്കുന്ന സ്വഭാവം മറ്റുള്ളവർക്ക് മുഷിച്ചിൽ മാത്രമേ ഉണ്ടാക്കൂ. അതാരെയും നന്നാക്കുകയോ സന്തോഷിപ്പിക്കുകയോ പ്രചോദിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. പിറുപിറുക്കുന്ന വ്യക്തിക്ക് വാസ്തവത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ ഇസ്രായേൽ മക്കളുടെ ഒരു സ്വഭാവ സവിശേഷത കാണുവാൻ കഴിയും. ഒരു ആവശ്യം വരുമ്പോൾ അവർ പരാതി പറയുവാൻ തുടങ്ങും. ദൈവം അവിടുത്തെ കൃപയാൽ അവരുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കും. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർ നിലവിളിക്കുവാനും കുറ്റം കണ്ടുപിടിക്കുവാനും ആവലാതി പറയുവാനും തുടങ്ങും. മോശ ഇസ്രായേൽ ജനത്തിൻ്റെ ഈ സ്വഭാവം കാരണം അക്ഷമനായി തീർന്നു എന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മോശ യഹോവയോട് നിലവിളിച്ചു, ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആവലാതി കേട്ട് മോശ മടുത്തു. ഒരുപക്ഷെ തൻ്റെ ജോലി വേറെ ആർക്കെങ്കിലും കൈമാറാൻ മോശ തയ്യാറായിരിക്കണം. അനേകം സഭകളും ഇതുപോലെയുള്ള ആത്മീകാവസ്ഥയിലാണ്. എന്നാൽ തങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ലെന്ന് അവർ ചിന്തിക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിന് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ എന്താണെന്ന് ശ്രദ്ധിക്കുക. 5-ാം വാക്യത്തിൽ യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിൻ്റെ മുൻപാകെ കടന്നു പോക. മോശ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോയപ്പോൾ അവന് നൽകിയ വടിയായിരുന്നു ഈ പറഞ്ഞത്. മോശയുടെ ശക്തിയുടെയും അധികാരത്തിൻ്റെയും മുദ്രയും അടയാളവുമായിരുന്നു ഈ പറഞ്ഞ വടി. 6-7 വാക്യങ്ങളിൽ, ഞാൻ ഹോരേബിൽ നിൻ്റെ മുമ്പാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം, ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും എന്ന് കൽപ്പിച്ചു. ഇസ്രായേൽ മൂപ്പന്മാർ കാണെ മോശ അങ്ങനെ ചെയ്തു. ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അവർ യഹോവയെ പരീക്ഷിക്കുന്ന നിമിത്തവും അവൻ ആ സ്ഥലത്തിന് മസ അല്ലെങ്കിൽ പരീക്ഷ എന്നും മെരീബ അല്ലെങ്കിൽ കലഹമെന്നും പേരിട്ടു. പാറയെക്കുറിച്ചും അതിൽ നിന്ന് പുറപ്പെട്ട വെള്ളത്തെക്കുറിച്ചും പ്രഥമമായി സൂചിപ്പിച്ചിരിക്കുന്ന ഭാഗമത്രേ ഞാനിപ്പോൾ വായിച്ചത്. പാറയും ആ പാറയിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളവും എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നോർക്കണം. വീണ്ടും നമുക്ക് ക്രിസ്തുവിലേക്കുള്ള ഒരു സൂചന ഇവിടെ ലഭിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം ആദ്യത്തെ 4 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. നോക്കൂ, ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിലെ അനുഭവങ്ങളെ ക്രിസ്തുവുമായി, ക്രിസ്തീയ ജീവിത യാഥാർത്ഥ്യങ്ങളുമായും എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കോർത്തിണക്കുന്നത്. ഇസ്രായേൽ തിന്ന അപ്പം മന്ന ആയിരുന്നു. അത് ജീവൻ്റെ അപ്പമായ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. ക്രിസ്തു ജീവജലമാകുന്നു. പാറ അവനെയാണ് ചിത്രീകരിക്കുന്നത്. ജനങ്ങളുടെ അവിശ്വാസത്തിനെതിരെയുള്ള ഉറപ്പുള്ള പാറയാണ് ഇവിടെ നാം കാണുന്നത്. ജനങ്ങൾ ഇവിടെ ദൈവത്തെ സംശയിക്കുന്നതായി നാം കാണുന്നു. അവരുടെ സംശയത്തിൻ്റെ കാർമേഘം ദൈവത്തിൻ്റെ മുഖത്തെ അവരിൽ നിന്നും മറച്ചു കളഞ്ഞിരുന്നു. 61-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വായിക്കുന്നത്, എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് അത്യുന്നതമായ പാറയിങ്കിലേക്ക് എന്നെ നടത്തണമേ എന്ന്. അത്യുന്നതമായ പാറ ക്രിസ്തുവാണ്. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവം തങ്ങളുടെ പാറ എന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും അവർ ഓർക്കും. 78-ാം സങ്കീർത്തനം 35-ാം വാക്യം. പത്രോസ് അപ്പോസ്തലൻ 1-ാം ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി, ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചു മരിക്കുന്നു.
യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു. സഭ പണിയപ്പെടുകയും നിലനിൽക്കുകയും ചെയ്യുന്ന അടിസ്ഥാനമെന്ന നിലയിൽ പാറ യേശുവിനെ മനോഹരമായി ചിത്രീകരിക്കുന്നു. എന്നാൽ വെള്ളത്തിനു വേണ്ടി നാം പാറയുടെ അടുത്തേക്ക് പോകാറില്ല. ഇവിടെ മറ്റൊരു വസ്തുത നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പാറയുടെ കാഠിന്യത്തെയും ഉറപ്പിനെയും നമുക്ക് പുകഴ്ത്തി പറയുവാൻ കഴിയും. അതിൽ നിന്ന് വലിയ പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. നിങ്ങൾക്ക് അതിനെ പരീക്ഷണ വിധേയമാക്കുകയും അപഗ്രഥിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യാം. എന്നാൽ അതിനെ കുടിക്കുവാൻ കഴിയുകയില്ല. യേശു പാറയാണ്. എന്നാൽ അവൻ്റെ മനോഹരമായ ജീവിതവും ഉപദേശങ്ങളും മാത്രം നിങ്ങളെ രക്ഷിക്കുകയില്ല. അവ നിങ്ങളുടെ പ്രാണനെ വീണ്ടെടുക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച പ്രമാണങ്ങൾ പ്രായോഗികമാക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരു പരിധിവരെ മിനുക്കി വൃത്തിയാക്കാം. എന്നാൽ നിങ്ങളുടെ കാൽ ഉതയ്ക്കുവാൻ മതിയായ പാറയാണ് അപ്പോഴും യേശുക്രിസ്തു. രക്ഷയ്ക്കായി നിങ്ങൾക്ക് യേശുക്രിസ്തുവാകുന്ന പാറമേൽ വീഴുവാൻ കഴിയും. എന്നാൽ പാറയിൽ നിന്ന് വെള്ളം കണ്ടെത്തുവാൻ യാതൊരു മനുഷ്യ പ്രയത്നത്തിനും സാധ്യമല്ല. പാറ പിളർന്നപ്പോൾ മാത്രമാണ് ജീവദായകമായ വെള്ളം പുറപ്പെട്ടു വന്നത്. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. നിങ്ങളുടെ സ്ഥാനം അവൻ ഏറ്റെടുത്തു. നിങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ മരിച്ചു. നല്ല ഒരു മനുഷ്യൻ എങ്ങനെയാണെന്ന് സ്വജീവിതത്തിലൂടെ കാണിച്ചു തന്ന് മാതൃക സൃഷ്ടിക്കുവാൻ മാത്രമല്ല യേശു ഭൂമിയിൽ വന്നത്, മറിച്ച് സകല മനുഷ്യരുടെയും പാപം ഏറ്റെടുത്ത് മരിക്കുവാനാണ് അവൻ വന്നത്. അങ്ങനെ ജീവജലത്തിൻ്റെ സ്രോതസ്സായ പിളർന്ന പാറയായി ക്രിസ്തു മാറി. ആ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിപ്പാൻ പ്രാപ്തനാക്കിയത്. ഇതൊരു ആത്മീയ മർമ്മമാണ്. പിളർന്ന പാറ യേശുക്രിസ്തുവിൻ്റെ മരണത്തെയാണ് ചിത്രീകരിക്കുന്നത്. പിളർന്ന ഒരു പാറയെ നിന്നിൽ ഞാൻ മറയട്ടെ എന്ന് പാട്ടുകാരൻ പാടിയിട്ടുണ്ടല്ലോ. ഇസ്രായേൽ മക്കൾ വെള്ളമില്ല എന്ന് വീണ്ടും പരാതി പറഞ്ഞതായി സംഖ്യാപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. 1-ാം പ്രാവശ്യം ഇസ്രായേൽ മക്കൾക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിറുപിറുത്തപ്പോൾ പാറയെ അടിക്കുവാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. അപ്പോൾ വെള്ളം പുറപ്പെട്ടു. സംഖ്യാപുസ്തകത്തിൽ ദൈവം മോശയ്ക്ക് വ്യത്യസ്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹ്റോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്ന് അരുളി ചെയ്തു. പാറ ഇതിനോടകം പിളർന്നിരുന്നത് കൊണ്ട് മോശ പാറയോട് കൽപ്പിക്കുക മാത്രം മതിയായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. സകലവും നിവൃത്തിയായി എന്ന് അവൻ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ സകലവും പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്തത്. യേശുക്രിസ്തു വീണ്ടും ക്രൂശിക്കപ്പെടേണ്ടതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്തതിൽ ദൈവം സംതൃപ്തനാണ്. എന്നാൽ യേശു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി നിർവഹിച്ച പ്രവർത്തനത്തിൽ നിങ്ങൾ സംതൃപ്തനാണോ എന്നതാണ് ചോദ്യം. നിങ്ങളെ രക്ഷിപ്പാനായിട്ടാണ് അവൻ മരിച്ചത്. എൻ്റെ പുത്രനിൽ വിശ്വസിക്കണമെന്ന് മാത്രമേ ദൈവം നിങ്ങളോടും എന്നോടും ആവശ്യപ്പെടുന്നുള്ളൂ. യേശുക്രിസ്തു ആകുന്ന പാറയിൽ നിന്നാണ് ഇന്ന് ആത്മിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഉണങ്ങി വരണ്ട ചുണ്ടുകളെ നനയ്ക്കുവാൻ അനുഗ്രഹത്തിൻ്റെ ജലം പ്രവഹിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനെന്നാണ്. പാറ ഒരിക്കൽ പിളർന്നിരിക്കുന്നു. അതിൽ നിന്ന് വെള്ളം ധാരാളമായി ഒഴുകുന്നു. ഉറവ ശക്തവും അരുവി നിറഞ്ഞു കവിഞ്ഞതുമാണ്. അത് വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും തൃപ്തിപ്പെടുത്തുവാൻ മതിയായതാണ്. എന്നിരുന്നാലും അനേകം ആളുകളുടെ ആത്മാവ് ഉണങ്ങിയും നാവ് വരണ്ടുമിരിക്കുന്നു. ആത്മിക ദാഹം ശമിപ്പിക്കുവാൻ കഴിയാതെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ ജലം പ്രവഹിക്കുവാനുള്ള മാർഗം സംശയം, പാപം, അവഗണന, അജ്ഞത തുടങ്ങിയ പ്രതിബന്ധങ്ങളാൽ അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അനേകരും യേശുക്രിസ്തുവിനെ അറിയുന്നു എന്ന് പറയുകയും എന്നാൽ വാസ്തവത്തിൽ അവനെ അറിയാതിരിക്കുകയും ചെയ്യുന്നത് ഈ ജീവജല പ്രവാഹത്തിന് മറ്റൊരു തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. ചുറ്റുപാടും നോക്കുമ്പോൾ നാം അക്ഷമരായിത്തീരുന്നു.
ലോകം ദാഹിക്കുകയാണ്. വ്യക്തിപരമായ ഒരു കാര്യം ഇവിടെ ചോദിച്ചു കൊള്ളട്ടെ. ജീവജലത്തിൽ നിന്ന് കുടിക്കുവാനായി പിളർന്നിരിക്കുന്ന പാറയുടെ അടുത്തേക്ക് നിങ്ങൾ കടന്നു വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ വെള്ളം കുടിച്ചാൽ നിങ്ങൾക്ക് ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് ഉറപ്പ് നൽകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിക്കും ദാഹിക്കുകയില്ല. അവൻ പിന്നെ തൻ്റെ ആത്മീയ ദാഹം ശമിപ്പിക്കുവാനുള്ള വെള്ളം തേടി മറ്റെങ്ങും പോവേണ്ടി വരില്ല എന്നാണ് ചുരുക്കം. ഈ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം ശരിയാണ് സുഹൃത്തേ? അല്ല എങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കൂ. അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിറുപിറുത്തും കലഹിച്ചും വഴക്കിട്ടുമൊക്കെ ദൈവത്തിൽ നിന്ന് തങ്ങളുടെ താൽക്കാലിക ആവശ്യങ്ങൾ സാധിച്ചെടുത്തവരായിരുന്നു ഇസ്രായേൽ മക്കൾ. എന്നാൽ മരുഭൂമിയിൽ തങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെയും നൽകി തങ്ങളെ അനുഗമിച്ച ക്രിസ്തു എന്ന ആത്മീയ പാറയെ അവർ വിസ്മരിച്ചു കളഞ്ഞു എന്ന വലിയ തെറ്റാണ് അവർക്ക് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ശമരിയക്കാരത്തിയായ സ്ത്രീയോട് കർത്താവായ യേശു പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസക്തമാകുന്നു. ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും.